തെറ്റിപ്പോകുന്ന ഒരു ജനത്തെ നോക്കിയോ ന്യായപാലനം കൗശലബുദ്ധിയോട് ചെയ്യുന്ന ഇടയന്മാരെ നോക്കിയോ ഒന്നും നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറയ്ക്കുകയല്ല ദൈവം പറഞ്ഞു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെശയ്യാവിൻ്റെ പുസ്തകം 56-ാം അധ്യായം പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുകയും അതിലെ ഓരോ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് ഏറെ താല്പര്യം കാണിക്കുന്നവരോടും ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ, ആരാധന വ്യവസ്ഥകളെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിൻ്റെ വ്യവസ്ഥകളെ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നവരോട് ദൈവത്തിന് എക്കാലത്തും സ്നേഹവും അവരെ പ്രത്യേകം അനുഗ്രഹത്തിന് പരിഗണിക്കുകയും ചെയ്യുമെന്നുള്ള ശക്തമേറിയ ഒരു പ്രബോധനം നൽകുന്ന ഭാഗമാണ് ഈ 56-ാം അധ്യായം എന്ന് പറയും. ഈ അധ്യായം നാം പഠിക്കുമ്പോൾ ഇതിൽ 4 കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാം. ഒന്ന്, ദൈവത്തിൻ്റെ ശബത്തിനെ ആചരിപ്പാൻ ക്ഷണിക്കപ്പെടുന്ന ഷണ്ഡന്മാർ, ദൈവത്തിൻ്റെ ശബത്തിനെ വ്യവസ്ഥയെ അനുസരിപ്പാൻ ക്ഷണിക്കപ്പെടുന്ന അന്യജാതിക്കാർ, എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥിതികൾക്ക് എതിരെ നിൽക്കുന്ന ഒരു കൂട്ടം യഹോവ ഭക്തന്മാരെന്ന് പറയുന്ന പ്രമാണമുള്ള ഒരു കൂട്ടം ജനത, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മുഴുവൻ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ഇടയന്മാരെന്ന് വിളിക്കുന്ന കൗശല ഇടയന്മാർ. ഇങ്ങനെ 4 വിധത്തിലുള്ള വ്യക്തികളെയാണ് ഈ അധ്യായത്തിൽ പ്രവാചകൻ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അധ്യായം സൂക്ഷ്മതയോടെ പഠിക്കുമെങ്കിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള വിഷയം, ഒന്നാമത്തെ വിഷയം ഷണ്ഡന്മാർ എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുമ്പോൾ ഞങ്ങൾ ഉണങ്ങിയ സമൂഹത്തിന് മുമ്പിൽ, മറ്റു പലരുടെയും മുമ്പിൽ ഞങ്ങളുടെ ജീവിതം ഉണങ്ങിയ ഒരു വൃക്ഷം പോലെയാണ്. ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ വില കൽപ്പിക്കപ്പെടാത്ത ജീവിതം കൊണ്ടു മടക്കുന്നവരാണ് ഈ കൂട്ടർ. അപ്പം അവരോടും ദൈവം പറയുകയാണ്, സമൂഹം, മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിന് വില നൽകുമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ശബത്തിനെയും എൻ്റെ പ്രമാണത്തെയും അനുസരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വിലയും മാന്യതയും തരാമെന്ന് അവരോട് പറയും. അവരോട് പറയാണ്, നിങ്ങൾ എൻ്റെ ശബത്തിനെ ആചരിച്ചാൽ എൻ്റെ ആലയത്തിലെ എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ജ്ഞാപകവും നാമവും കൊടുക്കും. ഒരിക്കലും അറ്റുപോകാത്തൊരു ശാശ്വത നിയമം അവർക്ക് കൊടുക്കും. നിങ്ങൾ എന്നെ മാത്രം സ്നേഹിച്ച് എൻ്റെ ദാസന്മാരായി ഇരുന്നാൽ, എൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ ആചരിച്ചാൽ, എൻ്റെ നിയമം പ്രമാണിച്ച് എന്നോടുകൂടെ മടന്നാൽ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനയാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. നോക്കുക, ഇപ്പോൾ ദൈവത്തിൻ്റെ ആരായാലും, മനുഷ്യനായി ജനിച്ച ആരായാലും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇനി ഷണ്ഡനാകട്ടെ, ആരായാലും ദൈവം തൻ്റെ പ്രമാണത്തെ അനുസരിക്കുന്നവരെ മാറ്റി നിർത്തുന്നില്ല എന്ന് വളരെ ശക്തമായി ദൈവസ്വഭാവത്തെ പറയുന്നൊരു ഭാഗമാണ് ഈ 56-ാമത്തെ അധ്യായം. ഇനി അന്യജാതിക്കാരോടും പറയുന്നു, നിങ്ങൾ ഇതുപോലെ എൻ്റെ നാമത്തെ ആചരിക്കുകയും എൻ്റെ ശബത്തിനെ ആചരിക്കുകയും നിങ്ങൾ എൻ്റെ നാമത്തെ ബഹുമാനിക്കുകയും ചെയ്താൽ, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ അംഗീകരിച്ച് ഞാൻ നിങ്ങൾക്ക് ആലയ സംബന്ധമായി ആനന്ദം നൽകും എന്ന് പറയും. നിങ്ങൾ ശേഖരിക്കപ്പെടും, നിങ്ങളുടെ സകല അനുഭവങ്ങളിലും നന്മ കണ്ടെത്തും എന്ന് അവിടെ പറയുകയാണ്.
അപ്പോൾ തന്നെ ഇങ്ങനെ യഹോവയുടെ ശബത്തിനെ ആചരിപ്പാൻ മർത്യനെയും മനുഷ്യനെയും ഷണ്ടന്മാരെയും അന്യജാതിക്കാരെയൊക്കെ ക്ഷണിക്കുമ്പോൾ ഈ ശബത്ത് അറിയാവുന്നവരുണ്ട്, ശബത്ത് ഒരു നാൾ അനുസരണയോട് ആചരിച്ചവരുണ്ട്, ശബത്തിനെ കൂടുതൽ ബഹുമാനിച്ചവരുണ്ട്, അല്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണങ്ങളെ ന്യായപാലനം ചെയ്ത ഇടയന്മാരുണ്ട്. എന്നാൽ ഈ അവസാനം പറഞ്ഞ രണ്ട് കൂട്ടർ യഹോവയുടെ ശബത്തിനെയോ യഹോവയുടെ ഹിതമനുസരിച്ച് ന്യായപാലനം ചെയ്യാൻ കഴിയാത്ത ഇടയന്മാരോട് ദൈവത്തിന് വേണ്ടത്ര പരിഗണന ഇല്ല എന്നും കൂടെ ഇവിടെ ഈ ലേഖനം പറയുക. അപ്പോൾ ഈ ലേഖനം നമ്മൾ ആകമാനം ഒന്ന് പഠിച്ചാൽ ഒറ്റ കാര്യമാണ് ഈ ലേഖനത്തിലെ ശക്തമായ പ്രമേയം. നാം എക്കാലത്തും ദൈവ വ്യവസ്ഥിതികൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അതിനെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ദൈവനാമത്തിന് അതിൻ്റെതായ മുൻഗണന കൊടുക്കുകയും ചെയ്താൽ ദൈവം നമ്മെ ശേഖരിച്ച്, ദൈവം നമ്മെ മാനിച്ച്, ദൈവം നമ്മുടെ വഴികളെ ശുഭകരമാക്കി, നമ്മുടെ പ്രവൃത്തികളെ ഗുണകരമാക്കി, നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ സാധ്യമാക്കി, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വർദ്ധിപ്പിച്ച് അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മേൽ ചൊരിഞ്ഞ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് തുണയായും പിന്തുണയായും അനുകൂലമായും സഹായകനായും നമ്മോടുകൂടെ മാറിപ്പോകാതെ നിൽക്കുമെന്നുള്ള ഒരാഴമേറിയ സന്ദേശമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. തെറ്റിപ്പോകുന്ന ഒരു ജനത്തെ നോക്കിയോ ന്യായപാലനം കൗശലബുദ്ധിയോട് ചെയ്യുന്ന ഇടയന്മാരെ നോക്കിയോ ഒന്നും നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറയ്ക്കുകയല്ല, ദൈവം പറഞ്ഞ വ്യവസ്ഥിതികളെ ആചരിച്ച് അംഗീകരിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകട്ടെ.